ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാലില്ലേ, ഒരു സാധനം ഉണ്ടാക്കാൻ പോകുമ്പോൾ സാധനത്തിൻ്റെ പേരൊന്നുമില്ല കേട്ടോ. എന്താന്ന് പേരൊന്നുമില്ല. ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ ഇത് ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചാണ്ട് അത് പൊരിച്ചാണ്ട് ഇങ്ങനെ അതിൽ ചീസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അപ്പം പേരൊന്നുമില്ല, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നേരത്തെ ചോറ് ഇന്നപാടനെ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. കാരണം ഇപ്പോൾ വൈകുന്നേരമായാൽ മഴയാണല്ലോ, മഴയും ഇടിയും മിന്നലൊക്കെ ആയതിനോട് തന്നെ കറണ്ട് എവിടെയെങ്കിലും മഴ പെയ്യുമ്പോഴത്തേനും നമുക്ക് കറണ്ട് പോകും. പിന്നെ കറണ്ട് കുറേ നേരം കഴിഞ്ഞിട്ടേക്കാരെ വരാം. അപ്പോൾ ഇനിയിപ്പോൾ പോകുമോയെന്ന് അറിയില്ല കേട്ടോ. ഓടൊക്കെ ഇങ്ങനെ ഇടി മുഴങ്ങണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചാറണുണ്ട് കേട്ടോ. നല്ല വരവാണ് വന്നിനത്, പക്ഷെ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറുണ്ട്. അപ്പോൾ കറണ്ടൊക്കെ പോണതിൻ്റെ മുന്നേ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചിക്കനൊക്കെയാണ് മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് പൊരിക്കാണ്ട്. പിന്നെ നമുക്ക് മയോണൈസും ഉണ്ടാക്കണം കേട്ടോ. മയോണൈസും അടിക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കണതൊക്കെ കാണിച്ചു തരാം. മുറ്റത്ത് ഇറങ്ങല്ലോ കേട്ടോ. വൈസമ്മൊന്നും ഉറങ്ങിയില്ല കേട്ടോ. ഒന്നും ഉച്ചക്ക് ഉറങ്ങലുണ്ട്, ഒന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ സാധനം ഉണ്ടാക്കണ കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിക്കാണ്ട് മസാലയൊക്കെ തേച്ച് വെച്ചാണ് കേട്ടോ. എപ്പോഴോ തേച്ച് വെച്ചിന്. ഇപ്പം ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കണം. അങ്ങനെ അതാ ഞാൻ ചിക്കൻ പൊരിക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിന്. പക്ഷെ ഇടിയൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇനി മഴ പെയ്യോ കറണ്ട് പോകുമെന്നറിയില്ല. മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുണ്ട്. മഴ കൂടി അപ്പം കറണ്ട് പോകും. എന്താവും അറിയില്ല. ഏതായാലും ഞാൻ ചട്ടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കട്ടെ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്, ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. എന്നിട്ട് എന്തൊക്കെ ഒരു ചമ്മൽ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ദിവസം നമ്മളിങ്ങനെ ഇടാതെ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്താ കാട്ടേണ്ടതൊന്നും ഒരു എന്തോ ഒരു പഴയ പോലത്തെ ഒരു ഇതാ തോന്നുക. എന്തോ ഒരു റെഡി ആവാത്ത പോലെ ഇങ്ങനെ തോന്നും. പിന്നെ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടോ. ചട്ടി ചൂടായിട്ട് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ഞാനതാ എണ്ണയൊക്കെ ചൂടായപ്പോൾ ചിക്കനെ പൊരിച്ചാനും വേണ്ടിയിട്ട് ഇട്ടണം കേട്ടോ. ഐസമും ഉണ്ട് എൻ്റെ ഒപ്പം എല്ലാത്തിനും. അപ്പോൾ ചിക്കൻ നമ്മൾ പൊരിച്ചാനും വേണ്ടിയിട്ട് ഇട്ടണ്. അപ്പോൾ ഈ ചട്ടിയിലാട്ടോ ഞാൻ സെറ്റ് ചെയ്യാന്ന് കരുതിയത്. ഇപ്രാവശ്യം വന്നിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് ഗ്യാസ് ഇല്ലേനല്ലോ കുറേ ദിവസം. അപ്പോൾ ഈ ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് അടുപ്പത്ത് വെക്കാനും പറ്റൂല. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ അടുപ്പത്ത് വെക്കാൻ പറ്റൂലല്ലോ. അപ്പം പിന്നെ ഞാനങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയില്ലേനി. അപ്പം പിന്നെ ഗ്യാസ് കിട്ടിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചിക്കനെ മസാലയൊക്കെ ആക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പം ഇതൊന്ന് പൊരിഞ്ഞ് വരട്ടെ. കുറച്ച് മുളകും പൊടിയും ഉപ്പും മഞ്ഞളും അതേപോലെ തന്നെ കോൺഫ്ലവർ പൊടിയും ഒക്കെ കുറേച്ചിട്ടുക്കാണ്ട് ഞാനിങ്ങനെ മസാല ആക്കി വെച്ചതാട്ടോ. അപ്പം ഞാൻ അതൊന്ന് നല്ലോണം പൊരിയണ്ട, കുറച്ചൊന്നും ഇങ്ങനെ പൊരിഞ്ഞ് വരട്ടെ കേട്ടോ. ഞാൻ ചിക്കൻ പൊരിക്കൽ തുടങ്ങിയപ്പോഴത്തേനും നമ്മൾ മഴ പെയ്തു കേട്ടോ. തുടങ്ങിയതല്ല, കുറച്ച് നേരമായി. അപ്പോഴത്തേനും നമ്മൾ മഴ പെയ്തു കേട്ടോ. അതാ മഴ ഇങ്ങനെ പെയ്യണ. അടിയിലൊരാൾ അത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മഴ നോക്കി നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഈ കാറ്റ് ഇടി അങ്ങനത്തെ ഒക്കെ. എനിക്ക് ഭയങ്കര പേടിയാണ് ഇടി മിന്നൽ. അപ്പോൾ ഇതിപ്പോൾ കാറ്റൊന്നുമില്ല കേട്ടോ. കാറ്റില്ല, ഇടി മിന്നലൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട്, നല്ല ശക്തിയിലൊന്നല്ല കേട്ടോ മഴ പെയ്യണം. ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കാൻ നല്ല രസമല്ലേ മഴ ഇങ്ങനെ. പക്ഷേ ഇടി കാറ്റും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പേടിയാട്ടോ എനിക്ക് മഴ അങ്ങനെ പെയ്യുക. അതേപോലെ രാത്രിയാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇരുട്ടാകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കാണൂലല്ലോ എത്രത്തോളം മഴേൻ്റെ ശക്തി ഉണ്ട് തോന്നും. അപ്പോൾ എനിക്ക് പേടിയാട്ടോ. ഇപ്പോൾ കുറേ റെഡിയായി. ആദ്യം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇടിൻ്റെ സൗണ്ട് കേൾക്കണമൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ കുറേ റെഡിയായി. അപ്പോൾ ചിലപ്പോൾ ഒന്ന് ഞങ്ങൾ വാഴക്കാട്ടേക്ക് പോകട്ടോ. ഒന്ന് ചിലപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞേനെ. ബസ് കയറി പോകാനും പറ്റില്ലല്ലോ മഴ ആയതുകൊണ്ട്. നാളെ ഞങ്ങൾക്ക് ഒരു കുടിരിക്കലുണ്ട് കേട്ടോ. അടുത്ത മൂത്താപ്പാൻ്റെ മോളൊരു കുടിരിക്കലുണ്ട്. അപ്പോൾ ഷെമി കൊണ്ടുപോകാൻ വരാമെന്നൊക്കെ പറഞ്ഞേനെ. ഇനി വരികയായിരിക്കും. പണിക്കോ കേട്ടോ. പണി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇത് സിമ്പിൾ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ ചിക്കനും ഇവിടെ ഉണ്ട്, സാധനമൊക്കെ അതും ഉണ്ട്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം, എങ്ങനെ ഉണ്ട് നോക്കി വെക്കാമെന്ന് കരുതിക്കാണ്ട്. പിന്നെ ചീസ് ഞാൻ അന്ന് വാങ്ങിയാൽ കുറച്ച് ചീസും ബാക്കി ഉണ്ടായിന്. അപ്പം പിന്നെ വേറെ ഒന്നും അതിനോട് അങ്ങനെ കാട്ടാൻ വെച്ചല്ലോ. ഇനി എന്തോ കാട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന്. ചീസും ചിലവായിക്കോളും. വെറുതെ എങ്ങനെ വാങ്ങിയ സാധനം വെറുതെ എങ്ങനെ ഇടണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇത് ഉണ്ടാക്കാമെന്ന് കരുതിയതാട്ടോ. അപ്പോൾ അത് പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബാക്കി ഇതാ കുറച്ചും കൂടി ഇടാണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ആവണ്ട, അത്രയൊക്കെ ആയാൽ മതി.
പിന്നെ ഇതിനെ പോരട്ടോ. പിന്നെന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖം. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ നിർത്തിയിട്ടോ, അതെടുക്കാനും വേണ്ടിയിട്ട്. പിന്നെന്തോ പറയാൻ വിചാരിച്ചല്ലോ, മറന്നുപോയി. മഴയൊക്കെ ഇപ്പോൾ ശക്തിയായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്താ വിചാരിച്ചത് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇത് ഞാൻ സെറ്റ് ചെയ്യണേ കാണിച്ചു തരാം കേട്ടോ. സോസൊക്കെ ഞാൻ അടിച്ചിട്ടോ, ചിക്കന് പൊരിച്ചട്ടേൻ്റെ ഇടയിൽ ഞാൻ സോസ് അടിച്ച്. അപ്പോൾ സോസൊക്കെ ഞാൻ അടിച്ച് വെച്ചു കേട്ടോ, മയോണൈസ്. ഞാൻ ചിക്കന് പൊരിച്ചതിൻ്റെ ഇടയിൽ കറണ്ട് പോയാലേ എഴുതിയിട്ട് വേഗം അടിച്ചതാട്ടോ. അപ്പോൾ അതാ ചിക്കൻ പൊരിച്ചതൊക്കെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടണം കേട്ടോ. ഇനി നമ്മൾ ചീസ് ഇടണം, അതേപോലെ തന്നെ സോസും ഇതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മാതിരി തന്നെ അല്ല, ലോഡഡ് ഫ്രൈസിൻ്റെ പോലെ തന്നെ, പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല എന്നുള്ളൂ. ഒരു മുട്ട എടുത്ത് അടിച്ചതാട്ടെ ഞാൻ. തോനാവേണ്ട ഇനിന്ന് കരുതിക്കാണ്ട് ഒരു മുട്ട എടുത്ത് അടിച്ചതാണ്. എന്നിട്ട് തന്നെ കുറേ ഉണ്ട് ഇത്. പിന്നെ നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ, അത് തിന്നാൻ ആളില്ലല്ലോ. ഞാനും ഉമ്മച്ചി ഐസമോളല്ലേ ഉള്ളൂ. നമ്മൾ കുറച്ചായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഇതിങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നുറുക്ക് ചീസിനെയും കൂടി ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ അതാ ഞാൻ ചീസൊക്കെ ഇട്ട് സോസൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കട്ടെ. ചീസൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത്ര പണിയുള്ളൂ കേട്ടോ, സാധനം റെഡിയായി. അപ്പോൾ ആ തീ എത്തിച്ച് നമുക്ക് ഇത് വെച്ചുകൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പോൾ ഇതിങ്ങനെ മെൽറ്റ് ആവും കേട്ടോ, മെൽറ്റായി വരട്ടെ. നമ്മളെ ചീസൊക്കെ നല്ലോണം മെൽറ്റായിന് കേട്ടോ. ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, നല്ലൊരു മണം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വന്ന് നോക്കിയതാട്ടോ. അപ്പം അത് നല്ലോണം മെൽറ്റായിന്. ഇനി നമുക്ക് പാത്രത്തേക്ക് മാറ്റട്ടോ. അപ്പം അത് നല്ലോണം ഇങ്ങനെ മെൽറ്റായിന് കേട്ടോ. അപ്പം സാധനമൊക്കെ അതാ റെഡി ആയിട്ടോ. വിചാരിച്ച പോലെയൊക്കെ ഇനി തിന്നോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ള. അമ്മച്ചി ചായയൊക്കെ ഉണ്ടാക്കിക്കണ്. അപ്പം ഇനി നമുക്ക് തിന്നോക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ചൂടാട്ടോ നമ്മളത് ചീസൊക്കെ ഉണ്ടോ വലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ചൂടുണ്ട് കേട്ടോ നമ്മളെ, ചൂടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെ ആ ചട്ടിയിൽ നിന്ന് ഈ ചട്ടിക്ക് ഇത് ഉടയാതെ മാറ്റി എടുത്തിട്ടോ. ഫോർക്കില്ലാത്തതിനോട് നമ്മൾ സ്പൂണ് വെച്ചിട്ടാട്ടോ തിന്നണത്. ഇപ്പം അത് അമ്മച്ചി വന്നാണ്ട് ഒക്കെ മിക്സ് ചെയ്തിട്ടോ. ഇനി നമുക്ക് കുറച്ച് സോസ് വെച്ചാണ്ട് തിന്നാം. അങ്ങനെ അതാ കടി ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് നമ്മളെ കിച്ചണും ഫുള്ള് ക്ലീനാക്കി. എന്തുണ്ടാക്കിയാലും വേണ്ടിയില്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ കിച്ചൺ ക്ലീൻ ആക്കണം എന്നാണ് പറയല്. അപ്പോൾ കിച്ചൺ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ് കടിയൊക്കെ ഉണ്ടാക്കി തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസം എടുക്കാത്തതിനോട് എന്തൊക്കെ കാട്ടേണ്ടതെന്നൊന്നും ഒരു ഇത് കിട്ടണില്ല. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ, ഇനി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.